കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനെ തുടർന്ന് യൂട്യൂബിലൂടെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായമാണ് പഠിച്ചു തുടങ്ങിയത്. ഈ അധ്യായം ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര എന്ന ഭാഗമാണ് കാണാൻ കഴിയുന്നത്. നാം അതിൽ ചില കാര്യങ്ങൾ പഠിച്ചിരുന്നു. അത് ടച്ച് ചെയ്തിട്ട് വേഗം മുൻപോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ ദർശനത്തിൽ എഹെസ്കേൽ കാണുന്നത് ഒരു താഴ്വരയിൽ ഉണങ്ങിയ അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കരം തൻ്റെ മേൽ വന്നു. തന്നെ ദൈവം ആ താഴ്വരയിലേക്ക് കൊണ്ടുപോകുന്നു. അസ്ഥികളുടെ നടുവിൽ തന്നെ നിൽക്കുമാറാക്കുന്നു. താൻ ചുറ്റും നോക്കുമ്പോൾ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വര. ഈ അസ്ഥികൾക്ക് 1-2 പ്രത്യേകതയുണ്ട്. ഒന്ന്, അസ്ഥിയെക്കുറിച്ച് പറയുമ്പോൾ ഉണങ്ങിയ അസ്ഥി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത കാലത്തും മരിച്ചവരുടെ അസ്ഥി അല്ല, കുറേയേറെ പഴക്കം ചെന്ന അസ്ഥികളാണ്. മറ്റൊന്ന്, ഈ അസ്ഥികളൊന്നും മറവ് ചെയ്യാതെ അതിങ്ങനെ അവശിഷ്ടങ്ങൾ തുറന്നു കാണിക്കുന്ന പോലെ തുറന്നിങ്ങനെ കിടക്കുകയാണ്. അതൊരിക്കലും മറവ് ചെയ്തിട്ടില്ല. മധ്യപൂർവ്വ ഏഷ്യയിലുള്ള അവരുടെ സംസ്കാരമനുസരിച്ച്, അവരുടെ ചിന്താഗതി അനുസരിച്ച് ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റ് അഥവാ പുരാതന ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും പുരാതന മധ്യപൂർവേഷ്യയുള്ള ബന്ധത്തിലും അവിടെയുള്ള ജനത്തിൻ്റെ ചിന്താഗതി മറവ് ചെയ്യാതെ ശവശരീരങ്ങൾ വെളിയിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ അതൊരു അപമാനമായിട്ടാണ് കണ്ടിരുന്നത്. അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് മാനിക്കപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർ മരിക്കുമ്പോൾ അവരെ മാന്യമായി അവരടക്കം ചെയ്തിരിക്കും. അപമാനിക്കപ്പെടുകയാണെങ്കിൽ അവരെ വലിച്ചെറിയും പുറംപറമ്പിലേക്ക്. ഇതിനു മുമ്പുള്ള അധ്യായങ്ങൾ പല ഭാഗത്തും ഏദോമിന്റെ ബന്ധത്തിൽ, സോറിനോടെ ബന്ധത്തിൽ, ഈജിപ്തിനോടെ ബന്ധത്തിലൊക്കെ പറയുന്നുണ്ട്, നിന്നെ മറവ് ചെയ്യാത്ത നിലയിൽ നിന്നെ മരുഭൂമിയിലേക്ക് വലിച്ചെറിയും, നിന്നെ ആരും അടക്കം ചെയ്യുകയില്ലെന്ന് എടുത്തു പറയുന്നുണ്ട്. അതെല്ലാം ഒരു അപമാനത്തിൻ്റെ ചിഹ്നമാണ്. അപ്പം അങ്ങനെ അപമാനിക്കപ്പെട്ട് ഉണങ്ങിക്കിടക്കുന്ന കുറേയേറെ വർഷങ്ങളായി മരിച്ചു പോയവരെ അസ്ഥികഷ്ണ നടുവിലാണ് നിൽക്കുന്നത്. അതിനകത്ത് മൃതദേഹത്തിൻ്റെ എങ്ങനെയെങ്കിലും പുനരുജ്ജീവിപ്പിക്കുമെന്ന് ഒരാൾക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഉണങ്ങിയ അസ്ഥികളാണ്. ചിതറിക്കിടക്കുന്ന വേർപെട്ട അസ്ഥികൾ ജീവിക്കുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെയുള്ള അസ്ഥികളോടാണ് യഹോവയായ ദൈവം പ്രവാചകനോട് ചോദിക്കുന്നത്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുന്ന പ്രവാചകനോട്. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന ചോദ്യം ചോദിക്കുന്നത്. നമുക്കറിയാം, ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ, ജീവനില്ലാത്ത അപമാനിക്കപ്പെട്ട് കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുമ്പോൾ ഒരു വിധത്തിലും ആശയില്ലാത്ത, പ്രതീക്ഷയില്ലാത്ത താഴ്വരയിൽ കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ. ഇതിനെക്കുറിച്ചാണ് യഹോവയായ ദൈവം പ്രവാചകനോട് ചോദിക്കുന്നത്, അസ്ഥികൾ, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുന്നത്. പ്രവാചകൻ അതിന് വളരെ വ്യക്തമായ നിലയിൽ പ്രത്യാശയോടാണ് അതിന് മറുപടി പറഞ്ഞത്.
ആ മറുപടി ഇങ്ങനെയാകുന്നു: അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവനോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവേ, നീ അറിയുന്നു. ഈ അസ്ഥികളിൽ ഒരിക്കലും പ്രവാചകന് പ്രത്യാശയില്ല. എന്നാൽ പ്രവാചകനോട് പറഞ്ഞ ദൈവത്തിൽ പ്രവാചകന് ഒരു പ്രത്യാശയുണ്ട്. നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കർത്താവേ, നിനക്കറിയാം. എസ്കേൽ അസ്ഥികളിൽ ഒരിക്കലും പ്രതീക്ഷയില്ല. പക്ഷേ അവനോട് പറഞ്ഞ ദൈവത്തിൽ അവന് പ്രത്യാശയുണ്ട്. അതുകൊണ്ട് പറയാം, കർത്താവേ, നീ അറിയുന്നു എന്ന് പറയാനുള്ള കാരണം, ദൈവം അസ്ഥികൾ കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പ്രവാചകനൊരു ഉറപ്പുണ്ടായിരുന്നു എന്നാണ് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം അതറിഞ്ഞിരുന്നു എന്ന് യെഹെസ്കേലിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവേ, നീ അറിയുന്നു എന്ന് പറയാൻ കാരണം, ഈ അസ്ഥികളോട് നീ എന്താണ് ചെയ്യിപ്പിക്കാൻ പോകുന്നതിനെ കുറിച്ച് പ്രവാചകൻ, ദൈവം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പ്രവാചകൻ അറിയാമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് 4 മുതലുള്ള വാക്യങ്ങളിലേക്ക് നോക്കിടക്കാം. അതിന് 4 മുതൽ 6 ഉള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച്. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഓക്കെ, ഇത് കർത്താവായ യഹോവ യെഹെസ്കേലിനോട് പറയാണ്, അസ്ഥികളോട് നീ സംസാരിക്കാൻ പറയാണ്. 3-ാം വാക്യത്തിൽ യെഹെസ്കേൽ പറഞ്ഞ കാര്യങ്ങൾ, യെഹെസ്കേലോട് ദൈവം ചോദിച്ചപ്പോൾ യെഹെസ്കേൽ കൊടുത്ത ഉത്തരം, അത് ദൈവത്തിൻ്റെ കൈകൾ ഇട്ടുകൊടുത്തു. കർത്താവേ, നിനക്കറിയാമല്ലോ അതിനെക്കുറിച്ച്. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കൂ. അതിനെക്കുറിച്ച് ഉത്തരം പറയാൻ ഞാൻ ആളല്ല എന്ന നിലയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവത്തിന് ശക്തിക്കും ജ്ഞാനത്തിനും ഹിതകരമായി ദൈവം ചെയ്യുമെന്ന് അറിയാവുന്ന യെഹെസ്കേൽ അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അസ്ഥിയുടെ താഴ്വരെ നിൽക്കുന്നത് യെഹെസ്കേലാണ്. യെഹെസ്കേലിന് അടുത്തു പോയത് കൊണ്ട് ആ അസ്ഥികളെ കുറിച്ച് ഏകദേശ രൂപമുണ്ട്. എന്നാൽ അത് യെഹെസ്കേലിന് പറയാമായിരുന്നു. അത് പറയാതെ യെഹെസ്കേൽ പൂർണ്ണമായും ദൈവത്തിൻ്റെ ശക്തിക്കും ജ്ഞാനത്തിനും വേണ്ടി ആ കാര്യം വിട്ടുകൊടുത്തു. ഇവിടെ തിരികെ ദൈവം പ്രവാചകൻ ചില കാര്യങ്ങൾ പറയുവാൻ ദൈവം ഏൽപ്പിക്കുകയാണ്. ആദ്യത്തെ ചോദ്യത്തിന് പ്രവാചകൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തപ്പോൾ ദൈവം ഈ പ്രവാചകന് ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. ആ ദൗത്യം എന്താണ്? ഉണങ്ങിയത് ചത്തതുമായ അസ്ഥികളോട് നീ സംസാരിക്കണം. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളോട് നീ സംസാരിക്കണം. അതുമാത്രമല്ല, നീ അവനോട് പ്രവചിക്കുകയും വേണം. ഇത് മാനുഷികമാകുന്ന ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു ലോജിക്കിന് ചേരാത്ത കാര്യമാണ്. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളോട് നീ സംസാരിക്കണം, അതിനോട് പ്രവചിക്കണമെന്ന് പറയുമ്പോൾ ഒരുവിധം ലോജിക്കുള്ളവരാരും
അതൊരിക്കലും അംഗീകരിക്കത്തില്ല. കാരണം ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളോട് എന്താ പറയാൻ, അവരെന്തോ കേൾക്കാനാ? അവരോട് പറഞ്ഞാൽ എന്ത് പ്രയോജനമാണ്? അല്ല, അവരോട് പ്രവചിച്ചാൽ എന്താണ് പ്രയോജനം? ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ യെഹെസ്കേലിന് ചിന്തിക്കാമായിരുന്നു. യെഹെസ്കേലിന്റെ ചിന്തയ്ക്കും യുക്തിക്കും യെഹെസ്കേലിന്റെ ബുദ്ധിക്കും അനുസരിച്ച് ചിന്തിച്ചിരുന്നു എങ്കിൽ ദൈവം പറഞ്ഞ കാര്യത്തിന് യെഹെസ്കേലിന് ചെയ്യുവാൻ കഴിയത്തില്ലായിരുന്നു. അപ്പോൾ തൻ്റെതാകുന്ന ബുദ്ധിക്കും തൻ്റെതാകുന്ന യുക്തിക്കും ഒക്കെ അപ്പുറത്തായി പ്രവാചകൻ കണ്ടത് ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ദീർഘമാകുന്ന വീക്ഷണം, ദൈവത്തിന് അവയമേലുള്ള അധികാരം, ദൈവത്തിന് അസ്ഥികളെ കുറിച്ച് ചില ചെയ്യിക്കാനുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഉൾബോധ്യം, ഇതെല്ലാം കൊണ്ടാണ് അമ്മ പറയുന്നത് അവൻ ഈ പ്രവചിക്കണമെന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് ആൻസർ പറയാതെ പ്രവാചകൻ അവിടെ നിൽക്കാൻ കാരണം അതാണ്. പലപ്പോഴും ദൈവം നമ്മോട് പറയുമ്പോൾ നമ്മുടെ യുക്തിയും മുക്തിയും എല്ലാം കൂടെ ഒരുമിച്ച് എഴുന്നേൽക്കും. ഒരുമിച്ച് എന്നിട്ട് 1000 കൂട്ടം ക്വസ്റ്റ്യൻസാണ് നമ്മുടെ മനസ്സിലൂടെ വരുന്നത്. അതെങ്ങനെ സാധിക്കും, അതെങ്ങനെ നടക്കും എന്നിങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസും ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾക്ക് ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ആയിരിക്കുന്ന താല്പര്യപ്രകാരം ദൈവം പറയുന്ന ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ ഇവിടെ പ്രവാചകനോട് ദൈവം അത് പറഞ്ഞപ്പോൾ പ്രവാചകന് നല്ല ബോധ്യമുണ്ട്, ഈ അസ്ഥികളെ കൊണ്ട് ദൈവത്തിന് ചില ജയിക്കാൻ കഴിയും. ദൈവത്തിന് പരമാധികാരം. കാരണം ഒന്നുമില്ലായ്മയെന്ന് സകലത്തെ വിളിച്ച് ഉളവാക്കിയ ദൈവത്തിന് ഈ ഉണങ്ങിയ അസ്ഥികളെ കൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിക്കാം. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്യുകയാണ്. അല്ലാതൊരു മണ്ടത്തരമായിട്ടോ അതൊരു കാലഘട്ടത്തിന് ചേരുന്നതല്ല എന്നൊരു ചിന്തയല്ല. അതിനപ്പുറത്തായി ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് മുമ്പിൽ ഞാൻ ആരുമല്ല, ദൈവത്തിൻ്റെ ദീർഘവീക്ഷണത്തിന് മുമ്പ് എനിക്കൊന്നും പറയാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ ആകുന്ന പദ്ധതിക്ക് മുൻപിൽ എൻ്റെ ജ്ഞാനവും എൻ്റെ യുക്തിയും ഒന്നുമല്ല. അതുകൊണ്ട് ദൈവം പറയുന്നതിന് കീഴ്പ്പെടുകയാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഇന്ന് രാത്രി നിങ്ങളോടും യൂട്യൂബിലൂടെയും കേൾക്കാൻ വരുന്നവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്, ദൈവം പറയുന്നത് നമ്മൾ ചെയ്യുക. പക്ഷെ ദൈവം പറയാത്തതെല്ലാം കയറി ചെയ്യല്ലേ. പിന്നെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ദൈവമാണ് പറഞ്ഞതെന്ന് ബോധ്യമുണ്ടെങ്കിൽ നീ അതനുസരിക്കണം. നിന്റെ യുക്തിയും ബുദ്ധിയും ഒക്കെ അത് മാറ്റിവെച്ചിട്ട് എൻ്റെ ദൈവത്തിന് മുമ്പിൽ അസാധ്യമാകുന്നില്ല എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഉണങ്ങിയ അസ്ഥികളോടെ യഹോവയുടെ വചനം കേൾക്കാം. ദൈവത്തിലുള്ള 4-ാം വാക്യം അങ്ങനെ വായിച്ചത്. പ്രവചിച്ച് പറയേണ്ടത് പറഞ്ഞാൽ, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ചെവിക്കകത്ത് എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഉണങ്ങിയ അസ്ഥികൾ എവിടുന്ന് കേൾക്കാനാ? പക്ഷെ പ്രവാചകൻ പറയാനുള്ളത് പ്രവാചകൻ പറയുകയാണ്. ദൈവത്തിലെ വിശ്വാസം നിറഞ്ഞ ഈ സന്ദേശം പ്രസംഗിക്കുന്ന
പ്രവചിക്കാൻ മാത്രമേ യെഹെസ്കേലിന് കഴിയൂ. എന്നാൽ ഈ അസ്ഥികളെ ജീവിപ്പിക്കാനോ അതിനെ ശ്വാസം വരുത്തുവാനോ അതിനെ ചലിപ്പിക്കാനോ ഒന്നും പ്രവാചകനെ കൊണ്ട് കഴിയത്തില്ല. പ്രവാചകൻ ഒന്ന് ചെയ്യാൻ കഴിയും, ഈ ഉണങ്ങിയതിനെ നോക്കി സംസാരിക്കുവാൻ, അതിനോട് പ്രവചിക്കുവാൻ മാത്രമേ യെഹെസ്കേലിന് കഴിയത്തുള്ളൂ. എന്നാൽ അതിനെ ജീവിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം അതിനെ ഉണർത്തും, ദൈവം അതിനെ ജീവിപ്പിക്കും. ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ആ ദൈവവചനത്തിന് അമാനുഷികമാകുന്ന ശക്തിയുണ്ട് എന്ന് യെഹെസ്കേൽ തിരിച്ചറിഞ്ഞിരുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് ഒരു കാര്യം പറയാം. നമ്മൾ വായിക്കുന്ന ഈ വചനം, നമ്മൾ കൈകളിൽ ഏന്തുന്ന ഈ വചനം വളരെ പവർഫുള്ളാണ്. അതിന് അമാനുഷികമാകുന്ന ഒരു ശക്തി ഈ വചനത്തിൻ്റെ അകത്തുണ്ട്. ആ വചനം, അതിൻ്റെ പവർ, അതിനൊരു ജനറ്റിക് പവറുണ്ട്, പലതിനെ റിസ്റ്റോർ ചെയ്യുവാനുള്ളതായ പവറുണ്ട്. കാരണം അതുകൊണ്ടാണ് ആ ദൈവത്തിൻ്റെ വചനമാണല്ലോ ആദിയിൽ മുഴങ്ങിയത്. ഒന്നുമില്ലായ്മയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം. ഒന്നുമില്ലായ്മയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകട്ടെ, രണ്ടാം ദിവസം ഉണ്ടാകട്ടെ, മൂന്നാം ദിവസം ഉണ്ടാകട്ടെ, ഇങ്ങനെ പറഞ്ഞ ദൈവവചനം, വായിൽ നിന്ന് വചനത്തിൻ്റെ മുൻപിൽ ഇതുവരെ ഉണ്ടാകാത്തത് ചിലതെല്ലാം ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി. അതാണ് ആമി റോമലേഖനത്തിൽ വായിക്കുന്നത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തിനെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി. ഈ ലോകവും ലോകത്തിലെ സയൻസും അതിന് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ പല വസ്തുക്കളെ കൊണ്ട് മറ്റൊരു വസ്തു ഉണ്ടാക്കുകയാണ്. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതുവരെയും ഒരു സയനിസ്റ്റും മറ്റൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടില്ല. എന്നാൽ ഈ വചനം, അതിൻ്റെ വചനത്തിന് മുൻപിൽ ഈ ഭൂമിയിൽ ഇതുവരെ കാണാത്തത് പലതും കാണപ്പെടുവാൻ തുടങ്ങി. ആ വചനത്തിന് ശക്തി അത്രമാത്രം വലുതാണ്. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ആ വചനത്തിന് മുൻപിൽ നിൽക്കുന്നതൊന്നുമില്ല. അതുകൊണ്ട് പറയുന്നത്, ദൈവത്തിൻ്റെ ശബ്ദം വനങ്ങളെ തോലിരിപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ മുൻപിൽ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി കിടന്ന ലാസർ, ദുർഗന്ധം വമിച്ച ലാസർ, അഴുകി നാറിയ ആ ശവശരീരമല്ല, ഒരു പുത്തൻ ശരീരത്തോടെ ജീവനുള്ളതായി വെളിയിൽ വന്നത് ആ വചനത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, വചനത്തിന് പവറുണ്ട്. ഞാനും നീയും വായിച്ചു വിടുന്ന വചനത്തിന് പവറുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ ഈ വചനങ്ങൾ നമ്മൾ പറയണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കണം. അതിന് പവറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ജൽപ്പനകളായി മാറല്ലേ. നമ്മുടെ പ്രാർത്ഥനയിൽ വചനത്തിൻ്റെ ആധികാരികമായ നിലയിൽ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം വ്യാപരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളത് കണ്ടിട്ടുണ്ട്.
അതുകൊണ്ട് ഇത് രാത്രി ആ പ്രവാചകൻ ആ വചനമാണ് ഉണങ്ങിയ അസ്ഥികളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഇന്ന് രാത്രി ദൈവജനം കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഒരുപക്ഷെ ആ വചനം നിന്നെ ജീവിപ്പിക്കുന്നതാണ്. ആ വചനം എവിടെല്ലാം പ്രവർത്തിക്കണമോ അവിടെല്ലാം പ്രവർത്തിപ്പിക്കുന്നതാണ്. ആ വചനം ചൈതന്യം നൽകുന്നതാണ്. ആ വചനം കയറി ചെല്ലാത്തൊരു മേഖലയില്ല. എവിടെയും ആ വചനത്തിന് കയറി ചെല്ലാൻ കഴിയും. ആ വചനമാണ്. അതിന് അമാനുഷികമാകുന്നൊരു ശക്തിയുണ്ട്. ആ വചനത്തിന് മാനുഷികമാകുന്ന ശക്തിയല്ല, അമാനുഷികമാകുന്ന ശക്തിയുണ്ട്. ഇങ്ങനെയാണല്ലോ വചനം പറയുന്നത്. യോഹന്നാൻ സുവിശേഷം ഇങ്ങനെ വായിക്കുന്നു, ആ വചനം ജഡമായി തീർന്ന് കൃപയും സത്യം നിറഞ്ഞ നമ്മളിൽ പാർത്തു, വചനത്താൽ എല്ലാം ഉളവായി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വചനത്താൽ എല്ലാം ഉളവായി. അതെങ്ങനെയെങ്കിൽ ഈ വചനത്തിന് രൂപാന്തരപ്പെടുത്തുന്നവനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. ഈ വചനത്തിന് നിന്നിൽ ചിലത് ചെയ്യുവാൻ കഴിയും. ഈ വചനത്തിന് നിന്റെ കുടുംബത്തിനകത്ത് ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഈ വചനത്തിന് കയറി ചെല്ലാൻ കഴിയാത്ത ഒരു മേഖലകളുമില്ല. നിന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും കൊള്ളാം, നീ പഠിക്കുന്ന മണ്ഡലങ്ങളായാലും കൊള്ളാം, നീ ശുശ്രൂഷിക്കുന്ന സഭയായിരുന്നാലും കൊള്ളാം, ഏത് അവസ്ഥയിലായിരുന്നാലും ഈ വചനത്തിന് കയറി ചെല്ലാത്തൊരിടമില്ലെങ്കിൽ ഇന്ന് രാത്രിയുള്ള വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ആ വചനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, ആ വചനം അത് പുറപ്പെട്ടാൽ അതിൻ്റെ പ്രവൃത്തികളോടുകൂടി മാത്രമേ അത് മടങ്ങി വരത്തുള്ളൂ. പ്രവർത്തിച്ചിട്ടേ അത് മടങ്ങി വരത്തുള്ളൂ. അങ്ങനെ ഞാനും നീയും ഉണങ്ങിക്കിടക്കുന്ന ചിലതിനെ നോക്കി വചനം വിളിച്ചു പറഞ്ഞാൽ ചിലത് ജീവിപ്പിക്കപ്പെടും. ആമീൻ. ദൈവാത്മനിയോഗത്തോടെ ജീവിക്കാത്ത, ഉണങ്ങിക്കിടക്കുന്ന, വരണ്ടു കിടക്കുന്ന, ഫലപുഷ്ടിയില്ലാത്ത, വളർച്ചയില്ലാത്ത, ആമീൻ, നമ്മുടെ ദൃഷ്ടിയിൽ അങ്ങനെയൊക്കെ കാണുന്നതിനെ നോക്കി ഈ വചനമൊന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തു നിന്നും അത് ചിലത് പ്രവർത്തിക്കുവാൻ തുടങ്ങും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് എൻ്റെ 5ഉം 6ഉം വാക്യം കൊണ്ട് വായിച്ച് നമുക്ക് ഈ രാത്രിയിൽ നമ്മുടെ ചിന്ത അവസാനിപ്പിക്കാം. 5ഉം 6ഉം വാക്യം ഒന്ന് വായിച്ച്. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. അസ്ഥികളുടെ ഇപ്രകാരം അരുളി ചെയ്യണം. നീ ചെയ്യുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ജീവനുള്ള ഒന്നിനെ നോക്കിയല്ല പറയുന്നത്. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരു അസ്ഥിയെ നോക്കിയല്ല പറയുന്നത്. ചിന്നിച്ചിതറിക്കിടക്കുന്ന, വേർപെട്ട് കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങളെ നോക്കിയിട്ടാണ് പ്രവാചകൻ പറയാൻ വേണ്ടി പോകുന്നത്. ഉണങ്ങിയ അസ്ഥികൾ ശ്വാസം നിറയ്ക്കുമെന്ന് ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്. ഈ അസ്ഥികൾക്ക് മാംസം നൽകി, അതിന് നരമ്പ് പിടിപ്പിച്ച്, അതിന് തൊലി കൊണ്ട് മൂടുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. ഒരിക്കൽ മരിച്ചതും ഉണങ്ങിയതുമായ അസ്ഥികളെ ദൈവം ജീവിപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുകയാണ്. ഇതൊരു പുനർജീവന പ്രവൃത്തിയായിരുന്നു. ഒരു കാലത്ത് ജീവൻ ഉണ്ടായിരുന്നു, അതെന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ എല്ലാം അഴുകേണ്ടതെല്ലാം അഴുകി നാറി ഉണങ്ങി
അസ്ഥികളെല്ലാം വേർപെട്ട് കിടക്കുന്നതിനെ അതിലേക്ക് ജീവൻ വ്യാപരിച്ച് അതിനെ ഒന്ന് പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു പ്രക്രിയ. ഇതൊന്നുമില്ലായ്മയിൽ നിന്നുള്ള ജീവന്റെ സൃഷ്ടിപ്പല്ല. വളരെ കാലമായി അപമാനിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന, പ്രതീക്ഷയില്ലാത്ത, പ്രത്യാശയില്ലാത്ത അവരിലേക്ക് വ്യാപരിക്കുന്ന വചനത്തിന്റെ ശക്തി, അവരേക്കാണ് ദൈവത്തിന്റെ വചനം ജീവന്റെ വാഗ്ദത്തം ലഭിച്ചത്. ഈ അസ്ഥികൾ വീണ്ടും ജീവിപ്പിക്കുന്ന ശ്വാസത്താൽ അവരിൽ ജീവൻ വ്യാപരിക്കപ്പെടുന്നു കാണാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകത്തിന്റെ പഴയ ഭാഗത്ത് ശ്വാസത്തിനും ആത്മാവിനും ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം ഒന്നു തന്നെയാണ്. ഇത് രണ്ട് ആശയങ്ങൾ ഇതിനകത്ത് വെളിപ്പെടുത്തുന്നു. 36-ാം അധ്യായം 27-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിർമ്മല ജലം അവരിൽ തളിച്ച് ശുദ്ധീകരിച്ച് അവരുടെ ഹൃദയത്തെ മാറ്റി മാംസളമാക്കുന്നു, എന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അവരിൽ പകരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒന്ന്, ജീവദായകമാകുന്ന ശ്വാസത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, 36-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവിനെ അവിടെ പകരുമെന്നാണ്. രണ്ടാമത്തത്, ജീവദായകത്തിൻ്റെ ശ്വാസത്തിൻ്റെ ഒരു പുനഃസ്ഥാപനമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ രാത്രി എൻ്റെ വാക്കോട് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നാം മനസ്സിലാക്കേണ്ട വസ്തുത, പ്രത്യാശയില്ലാത്ത ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ, ചെവിയും കണ്ണും മൂക്കും ഒന്നുമില്ലാത്ത അസ്ഥികൾ, അതിനെ നോക്കി പ്രവാചകൻ പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ അനുസരിച്ച് യുക്തിക്കതീതമായി ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ അരുളപ്പാടിലും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലും പ്രവാചകൻ വിശ്വസിച്ചു. രണ്ട്, എന്ത് ചെയ്യുവാൻ പോകുന്നതിനെക്കുറിച്ച് ദൈവത്തിന് എന്ത് അറിയാം, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പ്രവാചകനുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ പ്രവചിച്ചത് വചനം പറയുക, എൻ്റെ വചനം കേൾപ്പീനെന്നാണ്. വചനത്തിന് മുൻപിൽ നിൽക്കുന്നൊന്നുമില്ല. ഉണങ്ങിയതിനെ കൂട്ടിയോജിപ്പിക്കുവാൻ, നഷ്ടപ്പെട്ടതിനെ ഇനി വളരത്തില്ല, ഇനി ജീവിക്കത്തില്ല, ഇനി അത് മുൻപോട്ട് വരത്തില്ല എന്ന് വിധിയെഴുതിയതിനെ അതിനെ വീണ്ടും അതിനെ പുനഃസ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുവാൻ വചനത്തിന് കഴിയുമെന്ന് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ രാത്രി എന്നെ കേൾക്കുന്ന, സൂമിലൂടെ കേൾക്കുന്ന ദൈവജനമേ, യൂട്യൂബിലൂടെ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതുപോലെ അപമാനിക്കപ്പെട്ട് കിടക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ഒരിക്കലും ജീവിക്കത്തില്ല, എന്നേക്കുമായി അത് നഷ്ടപ്പെട്ട് ഉണങ്ങിപ്പോയി എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, ഇത് രാത്രി ഓർത്തുകൊള്ളുക. ദൈവത്തിൻ്റെ വചനം അതിന്മേൽ അയക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഒരിക്കൽ കൂടെ വചനത്തിലുള്ള ഓർപ്പിച്ചുണർത്തുകയാണ്. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ആ വചനം നമ്മളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദേശത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ വചനത്തിന് കഴിയും. അതുകൊണ്ട് വചനത്തിൽ ആശ്രയിക്കാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.